മഴ കനക്കുമ്പോൾ മഴക്കെടുതികളും രൂക്ഷമാണ്. കൊല്ലത്ത് ഇന്ന് രാവിലെ വലിയ മഴയാണ് അനുഭവപ്പെട്ടത്. നീണ്ടകര വെളുത്തുരുത്ത് പ്രദേശത്ത് ഇപ്പോൾ മഴ കുറഞ്ഞെങ്കിലും വെള്ളം ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. 15 വർഷമായി പഞ്ചായത്തിന് ഓടയ്ക്കുള്ള സ്ഥലം എഴുതി കൊടുത്തിട്ട്, പക്ഷേ എഴുതി കൊടുത്തത് പേപ്പറിലും ജനങ്ങൾ വെള്ളത്തിലുമായ അവസ്ഥയാണ്. വിഷ്ണു കരുവാരക്കുണ്ടുണ്ട് അവിടെ നിന്നും. വിഷ്ണു, ഇപ്പോൾ എന്താണ് അവസ്ഥ? മഴ തോർന്നു എന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഈ വെള്ളക്കെട്ടിനൊരു അറുതിയില്ല അല്ലേ? അതെ വിനീത, കൊല്ലം ജില്ലയിലെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ തുടങ്ങിയ മഴ ഇന്ന് ഉച്ചവരെ മഴ തുടർന്നു. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഏകദേശം ജില്ലകളിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം നീണ്ടകരയിലെ വെളുത്തുരുത്ത് എന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഒരു വീട്ടിൻ്റെ മുറ്റം ഒക്കെ വെള്ളം തോർന്നു പോകണമെങ്കിൽ ഏകദേശം 2 മാസത്തോളം എടുക്കുമെന്നാണ് ഈ വീട്ടുകാരൊക്കെ പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഘടന, അതായത് ഇതിൻ്റെ ഒരു ഭൂമിയുടെ ഘടന നിലത്ത് മണലായതുകൊണ്ട് തന്നെ വെള്ളം വലിയ രീതിയിൽ ഇറങ്ങുന്നൊരു സാഹചര്യം തീരെയില്ല. അതുകൊണ്ട് തന്നെ 2 മാസത്തോളം ഒക്കെ വെള്ളം ഈ ഒരു സാഹചര്യം ഇവിടെ തുടരുമെന്നാണ് വീട്ടുകാരൊക്കെ പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 15 വർഷം മുന്നേ തന്നെ ഈ നീണ്ടകര പഞ്ചായത്തിന് ഈ ഓട കീറാനുള്ള ഓട ശരിയാക്കാനുള്ള സ്ഥലം വിട്ടുകൊടുക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെ, അതായത് 15 വർഷം, നമ്മളൊന്ന് മനസ്സിലാക്കണം, 15 വർഷമായിട്ട് ഒരു തരത്തിലുള്ള ഒരു തിരിഞ്ഞു നോട്ടവും അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, സ്ഥലം വിട്ടുകൊടുത്തു, എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു പരിഗണനയും സർക്കാർ അധികാരികളിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, എത്രത്തോളമായി ഈ ഒരു എല്ലാ വർഷവും ഉണ്ടാകുന്ന കാഴ്ച തന്നെയാണ്? എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു മഴ തുടങ്ങി 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ അവസ്ഥയിലായി തരും. പിന്നെ പഞ്ചായത്ത് പറഞ്ഞില്ല, ഒരു 15 വർഷം മുന്നേ ഏകദേശം ഒരു 10 മീറ്റർ മാറിയിട്ടൊരു ഓടയ്ക്കുള്ള സ്ഥലം എല്ലാവരും ആ വീടുകൾ റോഡിലോട്ടുള്ള എല്ലാവരും വിട്ടു കൊടുത്തേക്കുക. പക്ഷേ ഇതുവരെ ആ 15 വർഷമായിട്ടും ഒരേ മറുപടിയാണ് പറഞ്ഞത്. ഒന്നും ആയില്ല, ഫണ്ടായില്ല, അങ്ങനെയാണെന്ന് പറയാൻ ചെയ്യില്ല. ഒന്നും നടക്കുന്ന അവസ്ഥയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡ് പണിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓട അടിയിൽ കൂടെ വെച്ചിട്ട് പണിഞ്ഞെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അല്ലാതെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ജസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ നിലവിൽ വെള്ളം ഇറങ്ങിയപ്പോൾ ഒരു മാർഗ്ഗമില്ല. എല്ലാ വീട്ടിലും അവസ്ഥ തന്നെ. 1-2 ദിവസം മഴ പെയ്തിരിക്കുമ്പോഴത്തെ എല്ലാ വീടിൻ്റെയും അടുക്കളയിലും മുറ്റത്തും എല്ലാം വെള്ളം കയറുന്ന അവസ്ഥയാണ്. അത് ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുതന്നെ വിനീത, രാവിലെയൊക്കെ ഉച്ച സമയത്തൊക്കെ വീടിൻ്റെ പകുതിയോളം ഏകദേശം വെള്ളമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു കുറവ് വന്നതുകൊണ്ട് തന്നെ വെള്ളം ഈ മുറ്റത്ത് ഒതുങ്ങിക്കുന്നു. നമുക്കറിയാം, വളരെയധികം തന്നെ ആരോഗ്യ പ്രശ്നം വരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കൊതുകുകളും അതുപോലെ തന്നെ ഈ നിലവിലുള്ള മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ വളരെയധികം ആശങ്ക വരുത്തുന്നതാണ്. പഞ്ചായത്ത് അധികൃതർ എന്താണ് പറയുന്നത്? നേരത്തെ തന്നെ ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ ഓടയ്ക്ക് വേണ്ടി സ്ഥലമൊക്കെ എഴുതി കൊടുത്തതാണ്, പക്ഷേ യാതൊരു പരിഹാരവും അവർക്കുണ്ടാകുന്നില്ല. മഴ പെയ്താൽ ഇതാണ് അവരുടെ അവസ്ഥ എന്നതാണ്. എന്താണ് അധികൃതരുടെ ഒക്കെ ഒരു വിശദീകരണം? ആ അമ്മയൊക്കെ കണ്ടോ, ഈ വെള്ളം മൂലം വലിയ ദുരിതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതേ തീർച്ചയായിട്ടും ദുരിതം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ദുരിതം തന്നെയാണ്. പഞ്ചായത്തിലൊക്കെ ഇത് പറയുമ്പോൾ 15 വർഷത്തോളം നാട്ടുകാരൊക്കെ തന്നെ കയറി ഇറങ്ങി പറയുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പറയുന്നത് ശരിയാക്കി തരാൻ ഫണ്ട് പാസ്സായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവരെ മടക്കി അയക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അധികാരികളൊക്കെ നേരിട്ട് വന്നു നോക്കിയിട്ട് പോലുമില്ല എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു. ഏതായാലും അമ്മയോട് തന്നെ, അമ്മയുടെ നേരിട്ടുള്ള അനുഭവം തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ, എത്രത്തോളം വർഷമായി ഇവിടെയൊക്കെ? 15 വർഷത്തോളമായി ഇങ്ങനെ ആയിട്ട്. 15 വർഷത്തോളം. ഇന്ന് രാവിലെ നേരം വിളിച്ച് നോക്കുമ്പോൾ അടുക്കളയ്ക്കകത്ത് വെള്ളം വരെ കയറി കിടക്കുകയാണ്. അത് പിന്നെ സിറ്റ് ഔട്ടിലും വെള്ളം കയറി കിടക്കുന്നു. വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. ജനപ്രതിനിധികൾ ആരെങ്കിലും വന്നു നോക്കിയിരുന്നു? ഇല്ലില്ല, നോക്കിയില്ല. അത് ബാത്റൂമിൽ പോയില്ലെന്ന്. ബാത്റൂമിൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങി കിടക്കുക. അത് മാത്രം ഓടയ്ക്ക് സ്ഥലം കൊടുത്തിട്ട് 15 വർഷമായി. ഒരു UDF 2 LDF പരിച്ചപ്പോൾ കൊടുത്തതാ. അവരൊന്ന് നോക്കാം, ഇപ്പം ശരിയാക്കി തരാം. അത് കണക്ക് ഈ പുരയിടത്തിൻ്റെ പറ്റിയിട്ട് എല്ലാം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ഈ മഴ വരുമ്പോൾ വന്ന് എത്തി നോക്കിയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ പരിസരത്ത് അവർ കയറത്തില്ല. മഴ വരുമ്പോൾ മാത്രം വന്ന് നോക്കിയിട്ട് പോകും. എന്നാൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യും, അതൊന്നും ചെയ്യത്തില്ല. ആ ഓടയ്ക്ക് സ്ഥലം കൊടുത്തിട്ടെങ്കിൽ അങ്ങോട്ടേക്ക് കാണിച്ചു തരാം ഞാൻ. ഓടയ്ക്ക് സ്ഥലം കൊടുത്തിട്ടെങ്കിൽ അപ്പുറത്തോട്ട് വരാൻ കാണിച്ചു തരാം ഞാൻ. ഒരു ഇത് മന്ത്രിരോഗമൊക്കെ ഉണ്ടാകുന്നൊരു മന്ത്രിരോഗമൊക്കെ തിരിച്ചു വരും. ഇത് ഈ വെള്ളം കെട്ടി കിടന്നത് ഇങ്ങനെ മന്ത്രിയൊക്കെ ബോധ്യപ്പെടുത്തിയോ? മന്ത്രിയൊക്കെ കൊടുത്തതാ, എല്ലാവർക്കും കൊടുത്തതാ. ആരും അനങ്ങത്തില്ല. എല്ലാവരും അനങ്ങാൻ പറയുന്ന പ്രതികരണം പറയും ഇപ്പം ശരിയാക്കി തരാമെന്നില്ല. KPC പറഞ്ഞാൽ ഇപ്പം ശരിയാക്കി തരുമെന്ന് പറയുന്നത്. അത് ഇതുവരെ 15 കൊല്ലമായിട്ട് ഇതുവരെ അവർ ശരിയാക്കിയിട്ടില്ല. തീർച്ചയായും ഇതാ ഇവരുടെയൊക്കെ ഒരു നിലപാടും ഇവരുടെയൊക്കെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ജനപ്രതിനിധികൾ എന്ന് വരെ ചോദിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ജനങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊന്നും ശരിയാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.